സ്മോക്ക് ചെയ്തു അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്നു സ്മോക്ക് ചെയ്തു എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്ന മോശമായ ഒരു കേസാണോ? ഈ കാലത്ത് കുട്ടികൾ ചിലപ്പോൾ സ്മോക്ക് ചെയ്യത്തില്ലേ? അപ്പൊ എന്റെ മോനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തിരുത്തണം. പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താ, കഞ്ചാവുമായി കുട്ടി പിടിയിലായെന്നാ. നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. ആ കേസ് ഇല്ല, അങ്ങനെ ഒരു കേസ് ഇല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടും എക്സൈസ് അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം എന്താ, ആ സമ്മർദ്ദത്തിനൊന്നും എക്സൈസ് വീഴത്തില്ല. നല്ല ഡിപ്പാർട്ട്മെന്റ്, അവർ വീഴത്തില്ല. 10 പേരിരിക്കുന്ന സമയത്ത് ഇനി എന്റെ കുട്ടീനെ എങ്ങനെ ഈ 10 പേരുടെ കൂട്ടത്തിൽ ഇവൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ദാ MLA സമ്മർദ്ദം ചെയ്തു, അപ്പോഴവന്റെ കയ്യിലായിരിക്കും ചിലപ്പോൾ 1 കിലോ കഞ്ചാവെന്നായിരിക്കും വരാൻ പോകുന്നത്. ഇതിലൊന്നും എക്സൈസിനെ സ്വാധീനിക്കാനോ, ഞാൻ സ്വാധീനിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ, വേണമെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുന്ന കേസല്ലേ. എന്തിനാ സ്വാധീനിക്കുന്നേ? എന്റെ കുട്ടിയെല്ലാം മറ്റൊരു കുട്ടിയാണെ പോലും സ്വാധീനിക്കാൻ പാടില്ല. നിങ്ങൾ കായംകുളം പോലീസ് സ്റ്റേഷനിലടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു കേസിലും ഇന്നുവരെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് MLA മാത്രമാണ്. കാരണം പാർട്ടി നേതാക്കന്മാർക്ക് ചിലപ്പം ഇടപെടേണ്ടി വരും, വരാറുണ്ട്. ഞാൻ എന്റെ പാർട്ടിയായിട്ട് ആലോചിച്ച് അത്രയും കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. സ്മോക്ക് ചെയ്തു എന്നുള്ളത് കുറഞ്ഞത് 6 മാസം പൊതുസ്ഥലത്തിരുന്ന് ലഹരി ഉപയോഗിക്കാനുള്ള വകുപ്പിന്റെ ചുരുക്കം. അതായത് കുറഞ്ഞ 6 മാസം ശിക്ഷയും 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് പരമാവധി ശിക്ഷ. അതല്ല ശിക്ഷ, അതല്ല ശിക്ഷ. നിങ്ങൾ നിയമം അറിയാവുന്നവരോട് കൺസൾട്ട് ചെയ്തു. അത് ജസ്റ്റ് ഒരു പെറ്റി കേസാണ്. ആ പെറ്റി കേസ് അവർക്ക് ഫൈൻ അടച്ച് മാറ്റാവുന്നതാണ്. പെറ്റി കേസാ. അപ്പൊ അതിന് ഒഴിവാക്കാൻ പോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താ, അതൊരു സ്വാധീനമാവുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇപ്പോഴും നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, നിങ്ങളിട്ട മാധ്യമ എല്ലാ ചാനലും കൊടുത്തു. എല്ലാ ചാനലും കൊടുത്ത ബ്രേക്കിംഗിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് 24 ആണ്. അതുകൊണ്ടാണ് 24നെ പറഞ്ഞത്. 24x7 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാർത്ത. ഞാൻ പറഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഫോട്ടോയാണ് കൊടുത്തത്, വിത്ത് ഫോട്ടോഗ്രാഫ്. അപ്പൊ അവന്റെ ഇന്റഗ്രിറ്റിക്ക് ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ പറയുക, എക്സൈസിനോട് പറയാണ്, ഇവിടെ സ്കൂളില് 10 കുട്ടികൾ സംശയാസ്പദമായ ഒരു വായ മണപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോകുമോ, പെറ്റി കേസ് എടുക്കുമോ? അതൊക്കെ ചോദിക്കുവാണെങ്കിൽ മറ്റു തരത്തിലേക്ക് വരും. അപ്പൊ ഞാൻ എന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക കൃത്യത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. അതെന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന, അല്ലാതെ ചെയ്യാൻ പാടില്ല. ആസ് എ സോഷ്യൽ വർക്കർ, ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ വർക്കർ എന്ന തരത്തിൽ ഞാനത് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ എക്സൈസിന് ഇവിടെ കക്ഷിയല്ല. പക്ഷെ ആ എക്സൈസിന് സ്ഥലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതും ബ്രേക്കിംഗ് ആയിരുന്നു. പിന്നെ FIR എന്ന് പറഞ്ഞ് കാണിച്ചത് കനിവ് കഞ്ചാവുമായി പിടിയിലായെന്ന് FIR വന്നാണ് അപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോഴും അത് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്റെ വാർത്തയുണ്ടല്ലോ, ആ വാർത്തകളെല്ലാം തെളിവ് സഹിതം കിടക്കുമല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ തമ്മിൽ കാണേണ്ടതാണ്. അതെന്റെ പാർട്ടി അതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാധ്യമങ്ങളെ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ചില കാര്യങ്ങൾ എനിക്ക് സമയബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് എന്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ